ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഈ ഒരു നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാക്കാൻ നേരത്തെ എണീറ്റ് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം ആ ഒരു പോർഷനിലൊക്കെ ഉണ്ട്, അതുവഴിയാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണം. ജസ്റ്റ് ഞാൻ വണ്ടി എടുത്തിട്ടില്ല. അയ്യോ, KSRTC കാലത്തൊക്കെ എണീറ്റിങ്ങനെ നടക്കുന്നത് വീട്ടിൽ പറഞ്ഞ പോലെ ഞാൻ കേൾക്കത്തില്ല. പക്ഷേ എന്താ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കൊണ്ട് നമ്മളോലും അറിയാതെ ഇങ്ങനെ പോകും കേട്ടോ. നടന്ന് എത്ര കിലോമീറ്റർ ആണോ പോവും. കാരണം ഇവിടുത്തെ ഒരു വ്യൂ സിൻഡ്രോക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ഇനി അവന്മാരെ എണീറ്റിട്ട് നമുക്ക് ഒരു ചായ കുടിക്കണം. കാലത്തെ ഒരു ചായ മസ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചായക്കട തപ്പണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കും. ഞാനേ ആ ഒരു സൈഡിലൊരു വ്യൂ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് കണ്ടത് തന്നെ അത് കുറച്ചുകൂടി അടുത്ത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നോക്കട്ടെ, കണ്ടോ? ഞാൻ എന്തായാലും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നേരെ തിരിച്ച് റൂമിലോട്ട് പോയിട്ട് അമ്മമാരെയും വിളിച്ചുണർത്തിയിട്ട് നമുക്ക് അമ്മമാരെ വിളിച്ചുകൊണ്ട് ചായ കുടിക്കാനായിട്ട് പോവാം. അതിലോട്ടാണോ? കിടിലൻ ക്ലൈമറ്റ് അല്ലേ കാണണ്ടേ? അയ്യോ, മണ്ടത്തരായി. പറ്റും എൻ്റെ മോനെ, ഇന്നലെ വെറുതെ പോയില്ല, അവിടെ കിടന്നു. ഇപ്പോൾ പോയി നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അതിനാണ് കേട്ടോ ഈ ഫുൾ ഗെറ്റപ്പിലൊക്കെ പോണത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. അപ്പോൾ എന്നാലും നമ്മൾ റൂമിൽ പോയിട്ട് ബാക്കി ഇറങ്ങുന്ന സമയത്ത് ബാക്കി വിഷ്വൽസൊക്കെ കാണിക്കാൻ കേട്ടോ. കോടത ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കേട്ടോ. പോയി വന്ന് അടുത്ത മഴ പെയ്യുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. മുട്ടക്കുന്നിലോട്ട് പോകാൻ വഴിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ആണ് മുട്ടക്കുന്നിലേക്ക്. ഏതായാലും പോയി നോക്കാം. കോടയൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മൾ രാവിലെ കണ്ട ഒരു സെറ്റപ്പൊന്നുമില്ല. ഇതാ മുട്ടക്കുന്ന് എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മളിവിടെ കയറുന്നില്ല. നമ്മൾ നേരെ അതിൻ്റെ അപ്പുറത്തൊരു വലിയ പാറ കാണുന്നുണ്ട്, അങ്ങോട്ട് കയറാനുള്ള ഒരു പുറപ്പാട്ടിലാണ്. ഇപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം ഏതോ ഒരു ഓഫ് റോഡ്. അയ്യോ, ഇതേത് വഴി? റോട്ടിൽ നമ്മൾ അക്രമം കാണിക്കാറില്ല. സൂപ്പർ. ചേട്ടാ, ഇത് എവിടേക്ക് പോകണോ? അതാ വഴി. തങ്ങൾപ്പാറയിലോട്ടാണ് കേട്ടോ പോണത്. സംഭവം ഇതിപ്പം പൈൻ വാലിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളായിരുന്നു. അമ്മാരി ഇനിയിപ്പം നേരെ തങ്ങൾപ്പാറയിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കണം. ഏതായാലും അങ്ങോട്ട് പോവാം പൈസ. അപ്പം ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ വന്ന നഷ്ടമായി പോയേനെ. നമ്മൾ നോക്കി ഫുള്ള് തേയിലത്തോട്ടം. എനിക്ക് പോയി നോക്കുക എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് മേലോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടെ പാറ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓഫ് റോഡ് ഇതിന് വേണ്ടിയാണ് ഞാൻ വന്നത് തന്നെ. എൻ്റെ മോന് ഇതുവഴി വണ്ടി കയറ്റാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ചെറിയ ഓഫ് റോഡൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചില്ലാക്കിയിട്ട് വരാം. പിന്നെ ഈ സൗണ്ട് കേൾക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മളെ ക്രാഷ് കാർഡിൻ്റെ ചെറിയൊന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു ബോൾട്ട് ഒരു ക്ലാമ്പ് അടിച്ച സെറ്റാകും. പക്ഷെ എൻ്റെ മോനെ, എന്തൊരു തണുപ്പ്, കിടിലൻ തണുപ്പ് കേട്ടോ. ഇവിടെ എന്താ
ഇവിടെ എത്ര ടിക്കറ്റ് ബ്രോ? ഇങ്ങോട്ട് എന്തെങ്കിലും പ്ലേസ് ഉണ്ടോ ഇവിടെയാ? സൂയിസൈഡ് പോയിന്റ് വേണോ? ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മോനെ എൻ്റെ മണ്ടേ കിടക്കുന്ന ആൾക്കാർ നോക്കിയേ. ഇതാണ് തങ്ങൾപ്പാറ ഒന്നും പറഞ്ഞാണ് കേട്ടോ ഇരുന്നാൽ തിരിച്ച്. അപ്പോൾ എന്തായാലും ഇന്നും കൂടെ ഇവിടെ സ്റ്റേ എടുത്ത് ഇന്ന് വൈകുന്നേരം വരെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട്, വൈകുന്നേരമല്ല ഒരു രാത്രി വരെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാനായിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും ഇവിടെ നിന്ന് വീണ സ്റ്റേയും കേട്ടോ. എന്തായാലും വണ്ടി ഇവിടെ വയ്ക്കും. എൻ്റെ പൊന്നോ, ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് എന്നെ പേടിയാവുന്നു. അമ്മാതിരി അവസ്ഥ. ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വ്യൂ എന്താല്ലേ വണ്ടി ഇരിക്കുന്ന ലുക്ക് ഉണ്ടില്ല. ഇപ്പോൾ താഴോട്ട് പോകണം. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം അവിടെ നിൽക്കാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയിലിങ്ങ് വന്നതാണ്. ചേട്ടാ താഴോട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ ഇപ്പോൾ കൂടെ ഇറങ്ങുന്നു. ഓ എനിക്ക് ഇന്ന് നല്ല കാറ്റ് കേട്ടോ. തടക്കത്ത് ശരിക്കും കിടുന്നുണ്ട് ഞാൻ. അടിപൊളി. വീഡിയോയിൽ ഓരോ സ്പോട്ടിൽ പോയി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ വന്നിട്ട് പോണ സ്ഥലങ്ങളെല്ലാം എന്തായാലും കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും താഴോട്ട് പോവാം. അമ്മേ, ആ തേയിലത്തോട്ടങ്ങൾ കണ്ടോ? എന്നാ ലുക്കല്ലേ കാണാനായിട്ട്. ഞാൻ കയറിപ്പോയ വഴി തിരിച്ചെത്തിയിട്ടുണ്ട്. വന്ന ഉടനെ ക്ലൈമറ്റ് മാറി. ടിക്കറ്റ് എടുക്കാതെ കേട്ടോ ഇവിടെ കയറിയത്. വേറെ ഒന്നുമില്ല, ഇവിടെ ഗൂഗിൾ പേ റേഞ്ച് ഇല്ല. അപ്പോൾ കൂടെ ഉണ്ടോ എൻ്റെ മോനെ, ക്രാഷ് കാർഡ് വന്ന് മുട്ടനടി. ഇതിപ്പോൾ ഒന്നും കാണാൻ വയ്യല്ലേ. വണ്ടി വയ്ക്കാനിടം പോലും അറിയാനില്ല. കൊക്കെ താഴെ കിടിലം കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. പോയില്ലെങ്കിലും ആ ഒരു സൈഡിലോട്ടൊക്കെ നോക്കി അടിപൊളി കോടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കോട കയറുന്നുണ്ടോ? എൻ്റെ മോനെ സെറ്റ്. അപ്പോൾ ഇവിടെ കോട കയറി ഒന്നും കാണാൻ പറ്റത്തില്ല. ഫുള്ള് ഇതാ ഈ ഒരു വെള്ളമയമായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ പോയോണ്ട് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത്. തങ്ങൾപ്പാറയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ വന്ന് റൂം വരെ പോകണം കേട്ടോ. റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എന്തായാലും വരാം. വൈകുന്നേരം സമയമായിട്ട് ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ സമയം 3 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. 3:30-4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഒന്നും അറിയാൻ വയ്യ. ഇവിടെ വന്നിട്ട് സമയം പോണത് പോലും അറിയുന്നില്ല കേട്ടോ. രാവിലെ എണീറ്റത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ പടേന്ന് ആണ് ഒരു ദിവസം പോണത്. ഏതായാലും നമുക്ക് റൂമിൽ പോയിട്ട് എന്തായാലും വൈകിട്ട് ഇറങ്ങാം. സമയം വന്നിട്ട് 6:30 ആയിട്ടുണ്ട്. രാവിലെ അല്ല കേട്ടോ, വൈകുന്നേരം 6:30 അപ്പം എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ പൈൻ വാലി അങ്ങോട്ട് പോകാനുള്ളൊരു സെറ്റപ്പാണ്. ഇനി കയറ്റി വിടുമോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്കൊന്ന് ഇരുട്ടുമായിരിക്കും. എന്തായാലും ജസ്റ്റ് അതുവരെ പോകാൻ. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കൂടുതൽ കവർ ചെയ്തത്. അപ്പം ഇനി ഒരു ടൈമിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വേറെ റൂട്ട് കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ടൗണിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ഓക്കെ. അപ്പം നമ്മളെ പൈൻ വാലി ക്ലോസിലാണ്. എന്തായാലും പോയിട്ട് കാര്യമല്ല. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ സംതിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ടൗണിലോട്ട് നമുക്ക് നേരത്തെ വന്ന ടൈമിൽ റോട്ടിൽ ഇത്രയും നല്ലൊരു കോടയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു പാറയുടെ മണ്ടയ്ക്ക് പോകാൻ നേരത്തെ അത്യാവശ്യം ഇതേപോലത്തെ കോട കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വന്നിട്ട് ഇതേപോലൊരു കോട കിട്ടുന്നത്. ഒന്നും പറയില്ല. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നേലും ഇത് എന്തായാലും കാണാൻ പറ്റില്ലായിരുന്നു. ഏതായാലും നമുക്ക് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. പുകച്ച മാതിരി ഇരിക്കുന്നു. അമ്മാതിരി അവസ്ഥ കേട്ടോ. ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇതിപ്പം എനിക്കൊന്ന് 3ാമത്തെ ദിവസമാണ് കോട നോക്കിയത്. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വന്നിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടൗണിൽ പോയപ്പോഴാണ് അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു പാറകര മണ്ടയ്ക്ക് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഇത് നോക്കിയേ, നമ്മൾ പോണ റൂട്ട് ഇന്നലെ നമ്മൾ സ്ഥിരം പോയ റൂട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കോടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ എന്നെ റിട്ടേൺ വീട്ടിലേക്കാണ്. ഓണാക്കി ജസ്റ്റ് ഇതൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും ഇതേ നല്ല വിഷ്വൽസ് ഒന്നും മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്താൽ. എന്തായാലും നമുക്ക് പൈൻ വാലി കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും സമയമില്ല. പക്ഷെ അവിടെ കയറേണ്ടതായിരുന്നല്ലേ. നമ്മളിന്നലെ രാത്രിയൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിക്ക് ശേഷം. പിന്നെ നമ്മളിന്നലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോയായിരുന്നു വെറുതെ. പക്ഷേ അവിടെ ക്ലോസ്ഡാണ്, 6 മണി വരെ ഉള്ളു. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ഒരുപാട് റൈഡ് ചെയ്ത് ഇവിടെയൊക്കെ കിടന്ന് ഈ റോഡിൽ കൂടെയൊക്കെ റൈഡ് ചെയ്ത് കേട്ടോ. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാനാ, വൈബ്. കോട നോക്കിയേ, വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇത് കണ്ടു നോക്ക്. റോഡ് പോയാലും കാണാൻ വയ്യ, അമ്മാതിരി കോട കേട്ടോ. സെറ്റ്. ഫോഗ് ലൈറ്റൊക്കെ ഇട്ട് പോവാം. ഫോർ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് നന്നായേട്ടാ. ഏതായാലും അയ്യോ, എന്നാ രസമല്ലേ. അവന്മാർ വിട്ടു പോയല്ല. നമ്മൾ പോണത് നമ്മൾ വന്ന വഴിയല്ല, ഇങ്ങോട്ട് വന്നത് ഫുള്ള് ചുറ്റി കറങ്ങിയൊക്കെയാണ് വന്നത്. പക്ഷേ ഇത് നമുക്ക് കിടിലം വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ കോഴയുടെ ഇടയിൽ കൂടെയൊക്കെ പോകാമെന്ന് തോന്നുന്നു. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും പോയി നോക്കാം അല്ലേ. ഗ്ലൗ ഒന്നും ഇട്ടില്ല ഏട്ടാ. മഴയായതുകൊണ്ട് പിന്നെ ഇടാതെ ഇരുന്നതാ. ഗ്ലൗ ഒക്കെ എല്ലാം എടുത്തുകൊണ്ട് വന്നതാ. പിന്നെ ഒരുപാട് സ്ഥലത്ത് നിർത്തി ഇറങ്ങി കയറുന്നുണ്ട്, ചെറിയൊരു പാട്. അഡ്വഞ്ചർ പാർക്ക് സെറ്റ് സെറ്റ്. വന്നപ്പോഴേ കാട്ടി സെറ്റ്. ഇവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല കേട്ടോ. അമ്മാതിരി കിടില ക്ലൈമറ്റ്. ഒരു ദിവസം നിൽക്കാൻ വന്നാൽ നമ്മളാണ് 2 ദിവസം നിന്നിട്ട് പോകണം. പിന്നെയൊക്കെ തേയിലാണെന്ന് തോന്നുന്നു. പക്ഷേ വളർന്ന് പന്തലിച്ചു പോയി. വെയിൽ വന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ വെയിൽ കാണുന്നത്. ഈ 2 ദിവസമായിട്ട് വെയിൽ കണ്ടിട്ടില്ല. ഇന്ന് പോണ ദിവസം മാത്രമാണ് ഇപ്പോൾ ഈ വെയിൽ കാണുന്നത്. പക്ഷെ കിടിലൻ റോഡ് കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. കാരണം അടിപൊളി കാഴ്ചകളുണ്ട് 2 സൈഡ് നോക്കി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടാലേ ആ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കി കോടയും മഴക്കോടും. എന്തൊരു വളവല്ലേ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റോഡ് കാണാനൊരു പ്രത്യേക വൈബ്. അങ്ങ് നോക്കിയൊരു ചെറിയ വീട്. അയ്യോ, ഇപ്പം നേരെ തോട്ടത്തിനകത്തോട്ട് കയറിപ്പോയാൽ.
ഒരു സംതൃപ്തി കിട്ടിയ റോഡ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ്. നോക്കിയ ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ഇതുവഴി ഓടിച്ചു പോവാം. പിന്നെ രസമല്ലേ. ഓക്കെ, ഇവിടെ നോക്കിയാലും തേയില, മല, മഞ്ഞ്, കോട. ഈ തേയിലത്തോട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ വീടുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും തേയിലയാണല്ലോ. നമ്മൾ വന്ന റോഡാണെട്ടെ നമുക്ക് അത്യാവശ്യം റോട്ടിലെടുത്ത് പോകാനൊന്നും തോന്നുന്നില്ല. കാരണം ഈ വ്യൂ ഉള്ളതുകൊണ്ട് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് കൂടുതലും പോണേ. വെച്ചാൽ തീരുന്നില്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. ഒരു വാട്ടർഫാള് ഒന്നേ കിടിലൻ റോഡ്. ഓ ഒന്നെണ്ണ അയ്യോ. കേരളത്തിൽ ഇത്രയും നല്ല റോഡുകൾ. പെട്രോള് വീട് എത്തുമായിരിക്കും. 1520 രൂപയ്ക്കാണായിട്ട് അടിച്ചത്. ഇനി ഒരു 5 കട്ടയാണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോട ഒരു സൈഡിലുണ്ട്, അതേപോലെ തന്നെ വെയിലും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തായാലും വീണ്ടും തണുപ്പടിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒത്തൊരു ക്ലൈമറ്റ്. ഈ ഒരു ക്ലൈമറ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. ഇന്നത്തെ ഇവിടെ ഇത്രയേ തന്നെ ഉള്ളൂ. വാഗമണിലെ 2ാമത്തെ എപ്പിസോഡാണിത്. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല, അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.